Assalamu alaikum and very good morning to one and all. Welcome back to the new session of Android programming. ഇന്നത്തെ ആൻഡ്രോയിഡിൻ്റെ ക്ലാസ്സിൽ ആൻഡ്രോയിഡ് ജാവ പാക്കേജസിനെ കുറിച്ചും എങ്ങനെയാണ് നമുക്കൊരു IDE അല്ലെങ്കിൽ അത് ആൻഡ്രോയിഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് അത് സെറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജാവയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജാവയിൽ നമ്മൾ ഒരുപാട് ഹെഡർ ഫയൽസ് അല്ലേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഹെഡർ ഫയൽസ് അല്ലെങ്കിൽ പാക്കേജസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ജാവ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആൻഡ്രോയിഡിലും ഇതുപോലുള്ള പാക്കേജസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ പ്രോഗ്രാമിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവുന്ന കുറച്ച് ജാവ പാക്കേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒരുപാട് ജാവ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് അതിൽ എല്ലാതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഓരോ പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ജാവ പാക്കേജസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് Android.app ആണ്. ഇത് എല്ലാ ആപ്പിലും എല്ലാ ആപ്ലിക്കേഷൻസിലും ഉണ്ടാവുന്നതാണ്. അതായത് നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ഒരു മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ആ ഒരു ഫ്രെയിം വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Android.app എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ Android.app.admin. app.admin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ ഫീച്ചേഴ്സ് അറ്റ് എ സിസ്റ്റം ലെവൽ. നമുക്ക് അഡ്മിൻ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഏതിലൊക്കെയാണ് പെർമിഷൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Android.app.admin എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ Android.accounts. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അക്കൗണ്ട്സ് ഇപ്പോൾ ഫേസ്ബുക്ക്, ജിമെയിൽ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് നമ്മളെ ആപ്പിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ Android.accounts എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. Android.animation. Animation എന്ന് പറഞ്ഞാൽ ടു അപ്ലൈ animation ഫോർ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. animation ക്ലാസ്സസ് ആൻഡ് മെത്തേഡ്സ് ആർ ഇൻക്ലൂഡഡ്. നമ്മുടെ ആപ്പിൽ അനിമേഷൻസ് ഒക്കെ വരാറില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അനിമേഷൻ്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക. Android.app.backup. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ നമ്മളുടെ വേർഷൻ ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ തന്നെ നമ്മളൊരു വേർഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ ഡാറ്റാസ് വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യം വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ Android.app.backup എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് നമ്മൾ യൂസ് ചെയ്യണം. ദെൻ Android.content. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജസ് ആക്സസ് ടു എ സെൻട്രൽ റെപ്പോസിറ്ററി ഓഫ് ഡാറ്റ. അതായത് നമ്മൾ ബിൽറ്റ് ഇൻ ഡാറ്റാബേസ് SQLite ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് കണ്ടന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ, അതായത് സെൻട്രൽ റെപ്പോസിറ്ററി ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനും അതുപോലെ അങ്ങോട്ട് സേവ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് Android.content. Then Android.database contains classes to explore data returned through a content provider. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടന്റ് പ്രൊവൈഡർ എന്താണെന്ന്. അപ്പോൾ ഡാറ്റ റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അതായത് ഡാറ്റാബേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. കണ്ടന്റ് പ്രൊവൈഡർ പറഞ്ഞപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Android.database. Android.database.SQLite. SQLite എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിൽറ്റ് ഇൻ ഡാറ്റാബേസ് ആണ്. ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് ക്ലാസ്സസ് ദാറ്റ് ആൻ ആപ്ലിക്കേഷൻ വുഡ് യൂസ് ടു മാനേജ് ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് ഡാറ്റാബേസസ്. നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ SQLite-ന്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ Android.graphics. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ provides low-level graphics tools such as canvases, color filters, pointers and rectangles. അങ്ങനെ നമ്മളൊരു സ്ക്രീനിൽ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ Android.graphics എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ .media. മീഡിയ എന്ന് പറഞ്ഞാൽ വീഡിയോ സ്ട്രീമിംഗ് ആൻഡ് പ്ലേ ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ്. Android.OS provides operating system services through Java such as IPC, file server management. അങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജാവയിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ .OS എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യണം. Android.text provides text processing classes. .view. വ്യൂ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണുന്ന മെനു ആവാം, വ്യൂ ആവാം, ബട്ടൺ ആവാം, ലേബൽ ആവാം എന്നൊക്കെ വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടെയ്ൻസ് ക്ലാസ്സസ്, മെനു, വ്യൂ, വ്യൂ ഗ്രൂപ്പ് ആൻഡ് സീരീസ് ഓഫ് ലിസണേഴ്സ്.
വെബ് കിറ്റ് റെപ്രസെൻറ്റിങ് വെബ് ബ്രൗസർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് കിറ്റ് യൂസ് ചെയ്യണം. വിഡ്ജെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ഓൾ ദ യൂസർ ഇന്റർഫേസ് കൺട്രോൾസ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, വ്യൂ ആണ് വിഡ്ജെറ്റ് എന്ന് പറയുക. അതായത് ചെറിയ എന്താ പറയുക, സ്ക്രീനല്ല, ഒരു സ്ക്രീനിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബോക്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് വിഡ്ജെറ്റ്. ഇപ്പം നമ്മൾ ടൈമിൻ്റെ കാണാം, കലണ്ടറിൻ്റെ കാണാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ കാണില്ലേ, അതിനേട്ടാ. ദെൻ ലിസ്റ്റ്, ഗ്രിഡ്, ഇമേജ്, അതൊക്കെ എന്താണ്, വിഡ്ജെറ്റ് ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് android.widget എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് പാക്കേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പാക്കേജസ് ആണ് പറഞ്ഞിട്ടുള്ളത് ജാവയിൽ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സെറ്റിംഗ് അപ്പ് ദ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അതായത് നമുക്ക് ആൻഡ്രോയിഡ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള IDE വേണം, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. നമുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് വേണ്ട, ഒരു ക്ലയന്റ് ഏരിയ വേണം. അപ്പോൾ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. നമ്മൾ ആദ്യം ആൻഡ്രോയിഡ് ചെയ്തിരുന്നത് എക്ലിപ്സ് യൂസ് ചെയ്തിട്ടാണ്. എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ യൂസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് എക്ലിപ്സ്, നെറ്റ് ബീൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതുപോലത്തെ. അപ്പോൾ എക്ലിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2014 ആയപ്പോഴാണ് എക്ലിപ്സ് മാറിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം എക്ലിപ്സ്, ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ നമ്മൾ എക്ലിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡിയോ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ല മെമ്മറി വേണം, സ്പീഡ് വേണം. അപ്പോൾ നമ്മൾ എക്ലിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എക്ലിപ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എക്ലിപ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജാവ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എക്ലിപ്സ്. അപ്പോൾ നമ്മൾ JDK, ജാവ ഡെവലപ്മെന്റ് കിറ്റ്, നമുക്ക് JDK 5 or above ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദെൻ ആഫ്റ്റർ ഇൻസ്റ്റാളിങ് സെറ്റ് പാത്ത് വേരിയബിൾസ്. നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പാത്ത് സെറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ജാവ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ ഡൗൺലോഡ് ദ എക്ലിപ്സ് IDE. അപ്പോൾ JDK നമ്മൾ സിസ്റ്റത്തിൽ ആദ്യം വേണം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, എക്ലിപ്സ് IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, അത് ഡൗൺലോഡ് ചെയ്യണം. ദെൻ ഡൗൺലോഡിങ് ദ ആൻഡ്രോയിഡ് SDK. എന്നിട്ട് എന്ത് ചെയ്യണം, എക്ലിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ, ആൻഡ്രോയിഡ് SDK വേണം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്. ഈ SDK എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഉണ്ടാവുക, ബേസ് ടൂൾസും അതുപോലെ പാക്കേജും. ബേസ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമുലേറ്റർ, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എമുലേറ്ററും അതുപോലെ പാക്കേജസിന് ആവശ്യമായിട്ട് ഓരോ പാക്കേജും ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റപ്പ് യൂട്ടിലിറ്റീസും, അതാണ് നമ്മൾ ബേസ് ടൂളിൽ ഉണ്ടാവുക. ദെൻ സെക്കൻഡ് പാർട്ടാണ് പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ നമുക്ക് ഒരുപാട് പാക്കേജസ് ഉണ്ടെന്നില്ല. അപ്പോൾ നമുക്ക് ഫയൽ സ്പെസിഫിക് ടു എ പെർട്ടിക്കുലർ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓർ എ പെർട്ടിക്കുലർ ആഡ് ഓൺ ടു പ്ലാറ്റ്ഫോം. നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ, ഇപ്പോൾ ഗൂഗിൾ മാപ്സ് പോലത്തെ ഒക്കെ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ. അപ്പോൾ ഈ പാക്കേജ്, രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ആ ബേസ് ടൂളിലാണ് അതിൻ്റെ സെറ്റപ്പ് ഫയൽസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് JDK 5 or above വേർഷൻ നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. ദെൻ എക്ലിപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് SDK ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആൻഡ്രോയിഡ് SDK ആണ് 2 പാർട്ട് എന്ന് പറഞ്ഞത്, ബേസ് ടൂളും പാക്കേജും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റിംഗ് പാത്ത് എൻവയോൺമെന്റൽ വേരിയബിൾ, ജാവയും ഇതും കൂടിയുള്ള പാത്ത് നമ്മൾ സെറ്റ് ചെയ്യും. ഇൻസ്റ്റാളിംഗ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾസ് ADT, ഈ SDK ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, എക്ലിപ്സ് പ്ലഗിൻ ദാറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, ADT ഉണ്ടാവണം നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മൾ ADT ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമ്മളെ ആൻഡ്രോയിഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. From Eclipse, you can launch the SDK manager to choose window, then Android SDK manager. അപ്പോൾ നമ്മൾ JDK ഉണ്ട്, എക്ലിപ്സ് ഉണ്ട്, ആൻഡ്രോയിഡ് SDK ഡൗൺലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ADT, ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. SDK മാനേജർ നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോയിൽ ആൻഡ്രോയിഡ് SDK മാനേജർ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ചെയ്യാനുള്ളൊരു എൻവയോൺമെന്റ് കിട്ടും. ഇതാണ് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ്രോയിഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നത് എക്ലിപ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വന്നത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ബിൽറ്റ് ചെയ്തത്, അതായത് അതിൻ്റെ സ്റ്റേബിൾ വേർഷൻ റിലീസ് ചെയ്തത് എന്നാണ്, ഡിസംബർ 2014 വേർഷൻ 1.0 ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. Then Android Studio is the official integrated development environment for Android app development. Eclipse എന്ന് പറയുന്നത് ജാവ ചെയ്യാനുള്ള എൻവയോൺമെന്റ് ആയിരുന്നു.
അപ്പോൾ ആൻഡ്രോയിഡിൽ ജാവ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡും കൂടി അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആൻഡ്രോയിഡിന് മാത്രമായിട്ട് വന്നിട്ടുള്ള IDE ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് VB.NET ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോഡുകളൊക്കെ അവിടെ വരും. ആ ഒരു മെത്തേഡാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ IntelliJ IDE, a Java integrated development environment for software and incorporate its code editing and developer tools. ഇറ്റ് റീപ്ലേസ്ഡ് എക്ലിപ്സ്. അതായത് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വന്നപ്പോൾ എന്ത് ചെയ്ത്, എക്ലിപ്സ് എഡിറ്റിനെ മാറ്റിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വരികയാണ് ചെയ്തത്. സിൻസ് May 7, 2019, Kotlin is Google's preferred language for Android app development. നമുക്ക് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ ജാവയും യൂസ് ചെയ്യാം, അതുപോലെ കൊട്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജാവയും ദെൻ ഡിസൈനിങ്ങിന് XML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ 2019 തൊട്ടിട്ട് കൊട്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ studio.exe ഫയൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സിസ്റ്റത്തിൽ ജാവ JDK ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. ഓക്കെ, ബിഫോർ ലോഞ്ചിങ് മെഷീൻ ഷുഡ് റിക്വയർ ഇൻസ്റ്റാൾഡ് ജാവ JDK. Then Studio Setup will detect the JDK path automatically if not specify the JDK path. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ജാവ അതിലുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ജാവ JDK ഇൻസ്റ്റാൾ ചെയ്യണം. then അത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്താണിത്, ഒരു വിസാർഡ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ വെൽക്കം ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ കമ്പോണൻസ്, അതായത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ടാവും, വെർച്വൽ ഡിവൈസ് ഉണ്ടാവും, പെർഫോമൻസ്, അങ്ങനെ കുറേ എണ്ണം കാണാം. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ബിൽറ്റിനായിട്ട് അതിലുണ്ടാവും. അതിൻ്റെ കൂടെ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് നമ്മൾ ടിക്കറ്റ് കൊടുക്കും. പിന്നെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സേവ് ചെയ്യാനുള്ള ഒരു പാത്താണ് അവർ ചോദിക്കുന്നത്. നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് പാത്ത്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള പാത്ത് Cയിൽ പ്രോഗ്രാം ഫയൽസിലെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഈ പാത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിനിമം 500 MB ഓഫ് ഫ്രീ സ്പേസ് ഫോർ സ്റ്റുഡിയോ ആൻഡ് മിനിമം 1.5 GB ഫോർ SDK. ഞാൻ പറഞ്ഞല്ലോ, എക്ലിപ്സിനെക്കാളും നല്ല മെമ്മറി നമുക്കിതിൽ ആവശ്യമാണ് ചെയ്യാൻ. അപ്പോൾ 500 MB എങ്കിലും വേണം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റൺ ചെയ്യാൻ, മിനിമം ആണ് കേട്ടോ. ദെൻ SDK സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റിന് 1.5 GB എങ്കിലും വേണം. ഓക്കെ, ദെൻ ഇത് രണ്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക, സ്പെസിഫൈ റാം സ്പേസ് ഫോർ ആൻഡ്രോയിഡ് എമുലേറ്ററിനുള്ള 512 MB റാമെങ്കിലും മിനിമം നമുക്ക് വേണം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് 512 MB റാം എടുക്കും. ദെൻ പിന്നെ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടുക, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അതിൻ്റെ പാത്തുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ കംപ്ലീറ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനിഷ് ബട്ടൺ ഒരു വിൻഡോ കിട്ടും. ഇതിൽ നമ്മൾ ഫിനിഷ് കൊടുക്കും. ദെൻ ഇനി റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കസ്റ്റം ലൊക്കേഷൻ കോൺഫിഗർ ഫോൾഡർ. അതായത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാത്തുകൾ ഇതിലേക്ക് നമുക്ക് മെർജ് ചെയ്യാം. പ്രീവിയസ് ആയിട്ട് മുന്നേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതല്ല, അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഇമ്പോർട്ട് സെറ്റിങ്സ്, നമുക്ക് പുതുതായിട്ട് തന്നെ എല്ലതും ചെയ്യാം, പ്രീവിയസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കാം. ദെൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് വിസാർഡ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇതൊക്കെ എന്താണ്, ആൻഡ്രോയിഡിൻ്റെ ഡിവൈസസ് ആണ്, വിയറബിൾസ് ആണ്. സ്മാർട്ട് ഫോണ്, വാച്ച്, TV, കാറ്, അങ്ങനെ ഇതൊക്കെ എന്താണ് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസസുകളാണ്. നെക്സ്റ്റ് കൊടുക്കാം. ദെൻ സെലക്ട് ആൻഡ് ഇൻസ്റ്റാളേഷൻ ടൈപ്പ്. 2 തരത്തിലുള്ള ടൈപ്പാണ് ഇവിടെ, സ്റ്റാൻഡേർഡും ഉണ്ട്, കസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ സാധാരണയായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആണ് സെലക്ട് ചെയ്യാറ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം കൊടുക്കാം. കസ്റ്റം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ സെറ്റിങ്സ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റുകളും കൂടി വേണം. അപ്പോൾ അതിൻ്റെ കുറേ കിറ്റുകൾ
ആൻഡ്രോയിഡ് എമുലേറ്റർ, SDK, പ്ലാറ്റ്ഫോംസ്, ടൂൾസ്, റെപ്പോസിറ്ററി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ കൊടുക്കും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ദെൻ ഓട്ടോമാറ്റിക്കലി ഫിനിഷ് ബട്ടൺ വരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ഇങ്ങനെ കാണിക്കും. നമുക്ക് ഓരോ ഇതും ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷായി, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ വെൽക്കം ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വിൻഡോ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ലോഗോ. ഈ ഒരു കോമ്പസ് വന്നിട്ടുള്ളൊരു ഗ്രീൻ കളറിലുള്ള ഇതാണ് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ലോഗോ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് എന്ന് കൊടുക്കും. നമുക്ക് നമ്മളെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്പ് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി ഇതാണ് കറന്റ് വേർഷൻ, അതായത് ആൻഡ്രോയിഡ് 1.0 ആണ് കഴിഞ്ഞ വേർഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സിമ്പിളാണ് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറന്റ്ലി ഓഗസ്റ്റ് 2020 റിലീസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ലോഗോ ആണ് ഇത്. ഈ ആൻഡ്രോയിഡ് ഇങ്ങനെ എത്തിച്ച് നോക്കുന്ന ഒരു ഫോട്ടോ ഇല്ലേ, ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. ഇതാണ് അതിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ സിമ്പിള്. ലോഗോ മാറിയിട്ടുണ്ട്. ഈ ലോഗോ മാറിയിട്ട് ഈ ലോഗോ ആയിട്ട് വന്നിട്ടുണ്ട്. 4.1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാവ പാക്കേജുകൾ, കുറേ പാക്കേജുകൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പാക്കേജുകൾ പറഞ്ഞ് എങ്ങനെയാണ് ആൻഡ്രോയിഡ് എക്ലിപ്സും അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ആണ്, അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ട്, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.